ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തത് പ്രതിപക്ഷ നേതാവല്ല, ഡോക്ടർ ശശി തരൂറാണ് എന്നുള്ളത്. അതിലിപ്പോൾ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്തത് കൊണ്ടാണ് ഡോക്ടർ ശശി തരൂരിനെ പങ്കെടുപ്പിച്ചത് എന്നൊക്കെയുള്ളൊരു വിശദീകരണം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും അതെന്താണ്, അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? ഒരു പ്രതിപക്ഷ നേതാവ് കൃത്യമായി തന്നെ ഇതിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണോ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? ഒപ്പം അതിൽ ശശി തരൂരിനെ പരിഗണിച്ചത് എന്ത്? അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അതെന്താണ്? അതുകൂടി ശ്രീജിത്ത്. അനുജ, ഈ രാജ്ഭവനിലെ ത്രൈമാസികയുടെ പ്രകാശ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ രാജ്ഭവൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ഈ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചത് ഈ ചടങ്ങിൽ ഒരു സാന്നിധ്യം മാത്രമായിട്ടായിരുന്നു. അദ്ദേഹത്തിന് അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിർവഹിക്കാനായുള്ള ചുമതല ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങിൽ നിൽക്കാതെ ഇന്നലെ രാത്രി തന്നെ ഇന്നലെ വൈകുന്നേരത്തോടെ തലസ്ഥാനം വിട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ രാജ്ഭവന്റെ വിശദീകരണം മറിച്ചാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ചടങ്ങിലേക്ക് ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ നേരിട്ട് ക്ഷണിച്ചു. എന്നാൽ ഈ ദിവസം ഉണ്ടായില്ല എന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. അതുകൊണ്ടാണ് സ്ഥലം എം പിയായ ശശി തരൂരിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. പ്രകാശകന്റെ റോൾ അദ്ദേഹത്തിന് നൽകിയത്, പുസ്തകം ഏറ്റുവാങ്ങുന്ന റോൾ അദ്ദേഹത്തിന് നൽകിയത് എന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. ഇവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഡോക്ടർ ശശി തരൂരിനെ ഈ ചടങ്ങിൽ മുഖ്യ അവതാരകനായി പ്രവർത്തിച്ച ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിലെ പേഴ്സണൽ സ്റ്റാഫും സീനിയർ മാധ്യമപ്രവർത്തകരുമായ ഹരീസ് കർത്ത ഈ ശശി തരൂരിനെ പുകഴ്ത്തുന്നതും നമുക്ക് കാണാമായിരുന്നു. വലിയ തരത്തിലുള്ള വിശേഷണ പദങ്ങളും മറ്റും ഉപയോഗിച്ചാണ് ശശി തരൂരിനെ അദ്ദേഹം ലോകമറിയുന്ന നയതന്ത്രജ്ഞൻ, ഭാഷാ നിപുണൻ തുടങ്ങിയ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതും. അതാണ് ഡോക്ടർ ശശി തരൂർ എം പിയുടെ സാന്നിധ്യം എന്നുള്ളത്. ആ തരത്തിലേക്ക് കൂടി രാഷ്ട്രീയ പ്രാധാന്യം നേടുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും. അത് ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന, ബി ജെ പിയെ പുകഴ്ത്തുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ, അതിലൊക്കെയുള്ള കോൺഗ്രസിൻ്റെ അതൃപ്തി, അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കൂടി വേണം ഈ ഒരു സാന്നിധ്യത്തെ നമ്മൾ വിലയിരുത്താൻ. ഇന്ന് ഏതായാലും രാജ്ഭവനിലുണ്ടായത് ഒരു മഞ്ഞുരുക്കം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.